നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പൂക്കോട് വെറ്ററിനറി സർവകലാശാല വിദ്യാർത്ഥി JS സിദ്ധാർത്ഥ് മാസങ്ങളോളം റാഗിങ്ങിന് ഇരയായിരുന്നെന്ന് റാഗിംഗ് വിരുദ്ധ സ്ക്വാഡിന്റെ കണ്ടെത്തലിനും പെൺഗൂഢാലോചനയ്ക്ക് തെളിവ്. ഹോസ്റ്റലിന് സമീപത്തെ കുന്നിന് മുകളിൽ സിദ്ധാർത്ഥിനെ കൊണ്ടുപോയി മർദ്ദിക്കുമ്പോൾ മുഖ്യപ്രതി കാശിനാഥിനൊപ്പം ഒരു പെൺകുട്ടിയും ഉണ്ടായിരുന്നെന്ന വിവരം സ്ക്വാഡിന് ലഭിച്ചെങ്കിലും ഇക്കാര്യം സ്ഥിരീകരിക്കുന്ന തെളിവോ സാക്ഷിമൊഴിയോ ലഭിച്ചിട്ടില്ല. അതിനാൽ ഈ വിഷയം പോലീസിന് കൈമാറിയിരിക്കുകയാണ്. എന്നാൽ അന്വേഷണം പോലീസ് നടത്താത്തതുകൊണ്ട് തന്നെ ഈ പെൺകുട്ടി ഇപ്പോഴും കേസിൽ പ്രതിയല്ല. പെൺകുട്ടിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു സിദ്ധാർത്ഥിനെ SFI പരസ്യ വിചാരണയും മർദ്ദനവും നടത്തിയത്. എന്നാൽ ഈ പെൺകുട്ടി ഇതിനെല്ലാം പ്രേരിപ്പിച്ചത് മറ്റൊരു സഹപാഠിയാണ്. ഈ പെൺകുട്ടിയും ഗൂഢാലോചനയിൽ പങ്കാളിയാണ്. ഇതിൽ ഒരു പെൺകുട്ടിയാണ് കുന്നിന് മുകളിൽ ക്രൂരത കണ്ട് രസിക്കാൻ എത്തിയതെന്ന് വ്യക്തവും. ഈ പെൺകുട്ടിയുടെ പേര് പുറത്തു വരാതിരിക്കാൻ നീക്കങ്ങളും സജീവമാണ്. കേസ് അന്വേഷണം ഇനിയും CBI ഏറ്റെടുത്തിട്ടില്ല. കേസ് CBIക്ക് കൈമാറുന്ന ഉത്തരവ് ഇതുവരെ സംസ്ഥാന സർക്കാർ CBIക്ക് നൽകിയിട്ടില്ലെന്ന് സിദ്ധാർത്ഥിന്റെ അച്ഛൻ ആരോപിച്ചിരുന്നു. വലിയ ക്രൂരതയാണ് സിദ്ധാർത്ഥിനെ ഏൽക്കേണ്ടി വന്നത്. പോലീസ് സ്റ്റേഷനിൽ പ്രതികൾ ഹാജരായി ഒപ്പിടുന്ന രീതിയിൽ സിദ്ധാർത്ഥ് എല്ലാ ദിവസവും കോളേജ് യൂണിയൻ പ്രസിഡന്റും SFI യൂണിറ്റ് കമ്മിറ്റി അംഗവുമായ K അരുണിന്റെ മുറിയിൽ ഹാജരാകേണ്ടി വന്നിട്ടുണ്ടെന്നും 8 മാസം ഇത് തുടർന്നെന്നും സഹപാഠി മൊഴി നൽകി. തെളിവെടുപ്പിന് ശേഷം റാഗിംഗ് വിരുദ്ധ സ്ക്വാഡിന്റെ അന്തിമ റിപ്പോർട്ടിലാണ് ഈ വെളിപ്പെടുത്തൽ. സിദ്ധാർത്ഥ് മരിക്കുന്നതിന് മുമ്പ് നേരിട്ട മർദ്ദനം ഒറ്റപ്പെട്ട സംഭവമല്ലെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ക്യാമ്പസിൽ സജീവമായിരുന്ന സിദ്ധാർത്ഥിനെ വരുതിയിലാക്കണമെന്ന് കോളേജ് യൂണിയൻ നേതൃത്വം തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു മാസങ്ങളോളം നീണ്ട പീഡനം. സിദ്ധാർത്ഥ് ഹോസ്റ്റലിൽ താമസം ആരംഭിച്ചപ്പോൾ മുതൽ റാഗിംഗും തുടങ്ങിയിരുന്നു. അരുണിന്റെ മുറിയിൽ പലതവണയാണ് നഗ്നനാക്കി അപമാനിച്ചതെന്ന് സിദ്ധാർത്ഥ് പറഞ്ഞിരുന്നതായി സഹപാഠി മൊഴി നൽകി. ജന്മദിനത്തിൽ രാത്രി ഹോസ്റ്റലിലെ ഇരുമ്പ് തുണിയിൽ കെട്ടിയിട്ട് ചുറ്റും പെട്രോൾ ഒഴിച്ച് തീയിടുമെന്ന് ഭീഷണിപ്പെടുത്തി. ഇങ്ങനെ പലതുമാണ് അവിടെ നടന്നത്. പ്രതികളായ കാശിനാഥനും സിഞ്ചോയുമാണ് സിദ്ധാർത്ഥിനോട് ഏറ്റവും ക്രൂരമായി പെരുമാറിയതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. സിദ്ധാർത്ഥ് താമസിച്ചിരുന്ന ഹോസ്റ്റലിലെ പാചകക്കാരൻ സംഭവശേഷം ജോലി ഉപേക്ഷിച്ചു. ഈ ജീവനക്കാരൻ പലതും പുറത്തു പറഞ്ഞിട്ടുണ്ട്. സിദ്ധാർത്ഥിന്റെ കുടുംബം ആവശ്യപ്പെട്ടത് പ്രകാരം അന്വേഷണം സർക്കാർ CBIക്ക് കൈമാറിയിരുന്നു. എന്നാൽ CBI ഇനിയും എത്തിയില്ല എന്നതാണ് വസ്തുത. കഴിഞ്ഞ മാസം 18-നാണ് സിദ്ധാർത്ഥിനെ ഹോസ്റ്റൽ മുറിയിലെ ശുചിമുറികളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. സംഭവ ദിവസം ഹോസ്റ്റലിലെ വിദ്യാർത്ഥികൾ ഉച്ചയ്ക്ക് മുമ്പ് തന്നെ കൂട്ടത്തോടെ ബത്തേരിയിലും കൽപ്പറ്റയിലും സിനിമ കാണാൻ പോയതായും കണ്ടെത്തിയിട്ടുണ്ട്. ഈ കൂട്ടത്തിൽ പ്രതിപട്ടികയിൽ ഉള്ളവരുമുണ്ട്. സിനിമ കാണാൻ പോയതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടോ എന്നും അന്വേഷണം നടക്കുകയാണ്. സംഭവവുമായി ബന്ധപ്പെട്ട് കോളേജിലെ 166 വിദ്യാർത്ഥികളുടെ മൊഴികൾ ആന്റി റാഗിംഗ് സ്ക്വാഡ് എടുത്തിട്ടുണ്ട്. സിദ്ധാർത്ഥ് കോളേജിൽ ജനപ്രിയനായ വിദ്യാർത്ഥിയാണെന്ന അസൂയ കൊണ്ടാണ് പ്രതികൾ ആക്രമണം നടത്തിയതെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ഹോസ്റ്റലിന് സമീപത്തെ കുന്നിന് മുകളിൽ വെച്ച് സിദ്ധാർത്ഥിനെ പ്രതികൾ മർദ്ദിക്കുമ്പോഴും ഒരു പെൺകുട്ടി ഒപ്പമുണ്ടായിരുന്നുവെന്നും അന്തിമ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. എന്നാൽ ഇത് തെളിയിക്കുന്ന തെളിവുകളോ സാക്ഷിമൊഴികളോ ഒന്നും ലഭ്യമല്ല. അതിനാൽ തന്നെ കൂടുതൽ അന്വേഷണത്തിനായി പോലീസിനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഫെബ്രുവരി 16-ന് 6 മണിക്കൂറോളം നീണ്ട റാഗിംഗ് പീഡനങ്ങൾക്കും ആൾക്കൂട്ട വിചാരണയ്ക്കും സിദ്ധാർത്ഥിന് ഇരയായിരുന്നു. ഇതിന്റെ പിന്നിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടോ എന്നാണ് സിദ്ധാർത്ഥിന്റെ ബന്ധുക്കൾ ആരോപിക്കുന്നത്. കുന്നിന് മുകളിലെ മർദ്ദന സമയത്ത് ഒരു പെൺകുട്ടിയുടെ സാന്നിധ്യമുണ്ടായിരുന്നു എന്ന മൊഴി ഗൂഢാലോചന തെളിവാക്കുന്നത് നിർണായകമാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.